നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കും. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുവാൻ തീരുമാനമായി. തിരുനാളുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യുന്നതിനായി അൻവർ സാദത്ത് MLA, ജില്ലാ കളക്ടർ G. പ്രിയങ്ക, പെരുമ്പാവൂർ ASP ഹാർദിക് മീണ എന്നിവരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. ജനുവരി 19, 20, 26, 27 തീയതികളിലാണ് തിരുനാൾ നടക്കുന്നത്. നാളിതുവരെ നടത്തിയ ഒരുക്കങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. തിരുനാൾ ഭംഗിയായി നടത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. മൂന്നാമത്തേതായിട്ട് നമുക്ക് ഒത്തിരി ജനങ്ങൾ വരുന്നത് കൊണ്ടും അത് ഗംഭീരമാക്കണമെന്ന് പറഞ്ഞാൽ ഒരു നല്ല ലോ ആൻഡ് ഓർഡർ ഉണ്ടാവണം. സോ പോലീസ് ബന്ദോബസ്ത് പ്ലാൻ റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ ASP എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. അതല്ലാത്ത മറ്റുള്ള വിവിധമായിട്ടുള്ള വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ, അവിടെ ഹെൽത്ത് ടീമും ഇവിടെ സജ്ജീകരണം കൊടുക്കേണ്ടതുണ്ട്. അതേമാതിരി ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്, അവരുടെ ഒരു ഫയർ ടെൻഡറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സ്റ്റേഷൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മറ്റുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ KSEB, വാട്ടർ അതോറിറ്റി, PWD റോഡ്സ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, PWD ബിൽഡിങ്സ്, ഇങ്ങനെ മറ്റുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. വിൽ ബി ഡൂയിങ് റെസ്പെക്റ്റീവ് വർക്ക്. അതേമാതിരി മോട്ടോർ MVT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥർ. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തിരുനാൾ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. തിരുനാൾ ദിവസങ്ങളിൽ ക്രമസമാധാന ചുമതലയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും. ഹോംഗാർഡ് ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഇതിനായി വിനിയോഗിക്കും. പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ പാർക്കിംഗ് നിരോധിക്കുകയും കൂടുതൽ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കുകയും ചെയ്യും. എക്സൈസ് വിവിധ റേഞ്ച് ഓഫീസുകളുടെയും സ്ക്വാഡുകളുടെയും നേതൃത്വത്തിൽ കർശന പരിശോധന നടത്തും. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതിരിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ വൈദ്യുതി വകുപ്പിന് നിർദ്ദേശം നൽകി. തിരുനാൾ ദിനങ്ങളിൽ പള്ളിയിലേക്ക് എത്തുന്നതിനാവശ്യമായ KSRTC ബസ്സുകൾ ഏർപ്പെടുത്തും. സ്വകാര്യ ബസ്സുകൾക്ക് താൽക്കാലിക പെർമിറ്റ് നൽകും. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക സ്ക്വാഡിനെ ചുമതലപ്പെടുത്തും. കുടിവെള്ളം പരിശോധിക്കുന്നതിനായി മൊബൈൽ ലാബും പ്രവർത്തിക്കും. ഭക്ഷ്യവസ്തുക്കൾക്ക് അമിത വില ഈടാക്കുന്നത് തടയുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് പ്രത്യേക സ്ക്വാഡിനെ ചുമതലപ്പെടുത്തും. From civil administration side, then for traffic already diversion plan undo from Kannur junction to Puttiyedam junction. Sthalam will be available for church, for especially for 19, 20, 26, 27. If on vere divasam any more crowd undav, this place will be given to church. Parallelly there is a vere road on that diversion we will do. Third point is lights. Aduthulla 10 kilometers there is a airport. So light should be little bit, especially in DJ night and Gana Mela, light should not point upwards. It may distract the aircraft or ATC. So this thing proper no kanam. Fourth thing is traffic issue, especially ice cream vendor and various sthalam mein some shops will come. So church should designate a permanent fixed area for these vendors. And second thing, if there is a general liability, one vehicle is parked pinnil already Cheria road undav. If one vehicle is parked, everyone will park. So proper parking space. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഗതാഗതം സുഗമമാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. തിരുനാൾ ദിവസങ്ങളിൽ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പാക്കും. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും തിരുനാൾ നടത്തുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ഇതിനായി ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും സംയുക്തമായി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. സമീപത്തെ കടകളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തും. ജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഈ വർഷവും തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിവസങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം അഖില സദാനന്ദൻ, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുതിര സി തങ്കച്ചൻ, കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ, ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഡേവിഡ്, കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി, വിവിധ മത രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫെറോന പള്ളി വികാരി റവറന്റ് ഫാദർ ജോയ് കണ്ണമ്പുയ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അമൽ പെരിയപാടൻ, ഫാദർ റിൻസ് പുതുശ്ശേരി, ഫാദർ ജോസ് വലിയകടവിൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോയ് ഇടശ്ശേരി, ജോയിന്റ് കൺവീനർ ജോഷി ചേറ്റുങ്ങൽ, സെക്രട്ടറി ബിജു പെരുമായൻ, ജോയിന്റ് സെക്രട്ടറി ലിജോ ഐക്കരത്ത്, ട്രഷറർ ജോജി പുതുശ്ശേരി, കൈക്കാരന്മാരായ ജോസി കോഴിക്കോടൻ, ജോസ് പാറക്ക, വൈസ് ചെയർമാൻ ഡേവിസ് വരകുളം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.